ഏറ്റവും സ്നേഹാദരണീയനായ ജോസഫ് മലയപ്പറമ്പിലച്ച, വിശിഷ്ട അതിഥികളെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, സത്യം പറഞ്ഞാൽ ഇപ്പം നിങ്ങളോട് എല്ലാവരോടും വലിയൊരു കയ്യടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമെന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക്. എന്തൊരു പോസിറ്റീവ് എനർജി കുഞ്ഞുങ്ങൾ ഈ സ്റ്റേജിൽ നിന്ന് അങ്ങോട്ട് ചാടിക്കളിക്കുമ്പോൾ. സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് നമ്മുടെ ഈ ഇടയിൽ മുഴുവനും വ്യാപരിക്കണത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് 41ാമത്തെ ആനുവൽ ഡേ ആണ് നമ്മുടെ SH ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിൻ്റെ. ഇവിടെ 64 കുട്ടികളുണ്ടെന്നാണ് സിസ്റ്റർ പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിക്കായിരുന്നു, നമ്മുടെയൊക്കെ മിക്കവാറും എല്ലാ വീടുകളിലും ഒരു കൊച്ചല്ലേ 2 കൊച്ച് അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഈ 64 കുട്ടികളുണ്ടെങ്കിൽ ഈ 64 വീടുകളിൽ നിന്ന് 64 വ്യത്യസ്തമായിട്ടുള്ള കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഈ കുഞ്ഞുങ്ങളെ ഇത്രമാത്രം മനോഹരമായിട്ട് ഈ സ്റ്റേജിൽ ഒറ്റ മനസ്സോടെ നിന്ന് കളിക്കാനായിട്ടും പാടാനായിട്ടും ആടാനുമൊക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ പിന്നിൽ ഇവരെ രൂപപ്പെടുത്തിയ മാതാപിതാക്കളുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ഈ SH ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിൻ്റെ പ്രഥമാധ്യാപികയായിരിക്കുന്ന സിസ്റ്റർ റിൻസി, അതുപോലെ തന്നെ സിസ്റ്റർ അനു, പിന്നെ ജിജി, സ്നേഹ, ഡാൻസ് ടീച്ചറായിരിക്കുന്ന ടീച്ചറിൻ്റെ പേരെനിക്കറിയില്ല. എന്തായാലും ഭയങ്കര ഒരു ഡെഡിക്കേഷനോട് കൂടിയ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഒരുമിച്ചുള്ള ഒരു അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം തോന്നുകയാണ് നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ ഇത്രമാത്രം വളരുന്നത് കാണുമ്പോൾ. ഇന്ന് ശരിക്കും ഈ കുഞ്ഞുങ്ങളുടെ ശൈശവം അവർ ആഘോഷിക്കുന്ന ഒരു ദിനത്തിൻ്റെ സന്തോഷമാണ് നമ്മളെല്ലാവരും പങ്കിടുന്നത്. അവരുടെ ആ ശിശുത്വത്തിൻ്റെ ഒരു നൈർമല്യം, അതാണ് നമ്മളിവിടെ. അവരുടെ ഒരു കൈ ചലനം മതി നമ്മളെല്ലാം സന്തോഷിപ്പിക്കുക. കാരണം എല്ലാവരും ഒരുപോലെ ഒന്നും ചെയ്യുന്നില്ല, കുറേ പേര് അവിടെ വെറുതെ നിൽക്കുന്നു. എങ്കിൽ പോലും ആ ഒരു നിൽപ്പും അവരുടെ ആ ഒരു നോട്ടവും ചിരിയും ഒക്കെ നമുക്ക് ഒരുപാട് സന്തോഷം തരിക. തീർച്ചയായിട്ടും ഇന്ന് കുഞ്ഞുങ്ങളുടെ ദിവസമാണ് എങ്കിലും കുഞ്ഞുങ്ങളോട് എന്നതിനേക്കാൾ കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കളോട് 2 വാക്ക് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. കാരണം നമുക്കറിയാം, നമ്മുടെയൊക്കെ ബാല്യകാലമാണ് നമ്മളെയൊക്കെ ഇന്ന് നാം ആയിരിക്കുന്ന രീതിയിൽ രൂപപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ബാല്യകാലം എങ്ങനെയായിരുന്നോ അങ്ങനെയാണ് ഇന്ന് നാം രൂപപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ബാല്യകാലത്തിലെ രൂപീകരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. എല്ലാ കാലത്തും എല്ലാ ദേശത്തും എല്ലാ കെടുതികൾക്കും എല്ലാ കലഹങ്ങൾക്കും തുടക്കം കുറിക്കുന്നത് മുതിർന്നവരാണ്. പക്ഷേ അതിൻ്റെ ഇരയാക്കപ്പെടുന്നത് മിക്കവാറും കുഞ്ഞുങ്ങളാണ്. നമുക്കറിയാം, ഇപ്പോൾ ഇറാനിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. യുദ്ധത്തിൽ നമ്മൾ വാർത്തകളിൽ വായിച്ചു, ഒരു സ്കൂളിൻ്റെ മേൽ ബോംബിട്ടിട്ട് സ്കൂൾ തകർന്നു, 51 കുഞ്ഞുങ്ങൾ മരിച്ചതായിട്ട് നമ്മൾ വാർത്തയിൽ വായിച്ചു. യുദ്ധത്തെക്കുറിച്ച് പറയാനല്ല, യുദ്ധം ശരിക്കും പറഞ്ഞാൽ മുതിർന്ന തലമുറ അതിന് തുടക്കമിടും, പക്ഷേ എപ്പോഴും ഇരയാകുന്നത് കുഞ്ഞുങ്ങളാണ്. അതുപോലെ തന്നെയാണ് കുടുംബ കലഹങ്ങൾ. മിക്കവാറും കുടുംബങ്ങളിൽ കലഹിച്ച് മാതാപിതാക്കൾ വേർപിരിയുമ്പോൾ അവർക്ക് വേറെയും ജീവിത പങ്കാളിയെ അവർ കണ്ടെത്തും. എന്നാൽ ഈ കുഞ്ഞുങ്ങൾക്ക് പിന്നെ ആരാ ഉള്ളത്? അവർക്ക് പിന്നെ ആരാ മാതാപിതാക്കളായിട്ടുള്ളത്? അതുകൊണ്ട് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ അവരുടെ ഇളം പ്രായത്തിൽ അവർ രൂപപ്പെടുന്നൊരു പ്രായമാണ്. അവർക്ക് സ്നേഹമായി സന്തോഷമായി സാഹോദര്യത്തോടെ എന്നും ജീവിക്കാനായിട്ടുള്ള ഒരു രൂപീകരണം, ഒരു വളർച്ച, അതിനുള്ള ഒരു സാഹചര്യം നിങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പം യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ കുടുംബ കലഹങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അതിനിപ്പം ഞങ്ങളെന്ത് ചെയ്യാനാ എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷേ ഒരു ചെറിയൊരു കഥ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ടാഗോറിൻ്റെ ഒരു കഥയാണ്. അവിടെ സൂര്യൻ ആഴിയുടെ അഗാധങ്ങളിലേക്ക് താണിറങ്ങാൻ തുടങ്ങുമ്പോൾ സൂര്യൻ്റെ ഉള്ളിൽ വലിയൊരു ആശങ്കയുണ്ട്. ഞാൻ അസ്തമിച്ച് കഴിയുമ്പോൾ ആര് ഈ പ്രപഞ്ചത്തിന് അല്ലെങ്കിൽ ഈ ലോകത്തിന് പ്രകാശം നൽകുമെന്ന്. സൂര്യൻ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളോടുമായിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ അസ്തമിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഈ ആഴിയുടെ അഗാധതയിലേക്ക് താഴുമ്പോൾ
ആര് ഈ പ്രപഞ്ചത്തിന്, നിങ്ങളിൽ ആര് ഈ പ്രപഞ്ചത്തിന് പ്രകാശം നൽകും? ആരും മറുപടി കൊടുക്കുന്നില്ല. വീണ്ടും സൂര്യൻ ഇത് ആവർത്തിക്കുകയാണ്. അപ്പോഴും മൗനം മാത്രമാണ് മറുപടി. അവസാനം സൂര്യൻ അഴിയുടെ ആഘാതങ്ങളിലേക്ക് താഴുന്ന അവസാന നിമിഷത്തിൽ ഒരിക്കൽ കൂടി തല ഉയർത്തി പ്രപഞ്ചത്തോട് ചോദിക്കും, ഞാൻ ഈ ആഴിയുടെ ആഴങ്ങളിലേക്ക് താഴുമ്പോൾ എനിക്ക് വേണ്ടി ഈ ലോകത്തെ ആര് പ്രകാശിപ്പിക്കും? അപ്പോൾ എവിടെ നിന്നോ വന്ന ഒരു മിന്നാമിനുങ്ങ് സൂര്യനോട് പറഞ്ഞു, അങ്ങ് വിഷമിക്കേണ്ട, ധൈര്യമായി പൊക്കോളൂ, അങ്ങേക്ക് പകരം ഞാൻ ഈ ലോകത്തെ പ്രകാശിപ്പിക്കാം. നമുക്കറിയാം സൂര്യൻ്റെ പ്രകാശവും ഒരു മിന്നാമിനുങ്ങൻ്റെ പ്രകാശവും തമ്മിലുള്ള ആ ഒരു അന്തരം എത്ര മാത്രമാണ് നമുക്കറിയാം. എങ്കിലും ആ മിന്നാമിനുങ്ങ് നമ്മളിൽ ചില പ്രതീക്ഷകൾ ഉണർത്തുകയാണ്. ഒരു സൂര്യൻ എന്ന ആ ഒരു മഹാ തേജഗോളം മാറുമ്പോഴും ഒരു കുഞ്ഞു ജീവി അതിൻ്റെ ആ കുഞ്ഞു വെട്ടത്തിൽ ഞാൻ ഈ ലോകം മുഴുവനെയും പ്രകാശിപ്പിക്കാമെന്ന് പറയുമ്പോൾ അത് വലിയൊരു പ്രതീക്ഷ നമുക്ക് നൽകുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന കുടുംബ പശ്ചാത്തലത്തിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു കുഞ്ഞ് അല്ലെങ്കിൽ 2 കുഞ്ഞ്, ആ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു നല്ല അന്തരീക്ഷം നിങ്ങൾക്ക് സംജാതമാക്കി കൊടുത്തുകൂടെ? അവരാണ് നാളത്തെ പൗരന്മാരായി തീരുന്നത്. ഹിറ്റ്ലറിൻ്റെ ജീവിതത്തിൽ ഒരു പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. ഹിറ്റ്ലറിന് 2 ഉണ്ടായിരുന്നത്. അദ്ദേഹം വളരെ ക്രൂരനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. എല്ലാ ദിവസവും വൈകിട്ട് മദ്യപിച്ച് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ തൻ്റെ അമ്മയെ മർദ്ദിച്ച് വല്ലാതെ ഉപദ്രവിക്കുന്നത് ഈ കുഞ്ഞ് കാണാറുണ്ട്. അപ്പോൾ കുഞ്ഞ് പേടിച്ചരണ്ട് വീടിൻ്റെ ഒരു മൂലയിൽ ചെന്ന് ഒളിച്ചിരിക്കും. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ കാലൊച്ച, രണ്ടാനപ്പൻ്റെ കാലൊച്ച കേൾക്കുന്നത് തന്നെ കുഞ്ഞിന് പേടിയായി. കുഞ്ഞ് അപ്പൻ്റെ കാലൊച്ച കേൾക്കുമ്പോഴേ കട്ടിലിൻ്റെ അടിയിൽ പോയി ഒളിച്ചിരിക്കും. പക്ഷേ എന്നും ഈ രണ്ടാനച്ഛനെക്കുറിച്ച് പറയുക അദ്ദേഹം ഒരു യഹൂദനായിരുന്നു എന്നാണ്. ഈ ഒരു കാഴ്ച, കുഞ്ഞുനാളിലെ ഈ ഒരു കാഴ്ച കണ്ട ആ യഹൂദൻ എന്ന ആ ഒരു വംശത്തോട് മുഴുവനും ഉള്ളിൽ പക കൊണ്ട് നടന്ന ആ കുഞ്ഞ് വലുതായപ്പോൾ നമുക്കറിയാം ആയിരക്കണക്കിന് യഹൂദരെ കൊന്നൊടുക്കിയ വളരെ ക്രൂരനായിട്ടുള്ള ഒരു ചക്രവർത്തി അല്ലെങ്കിൽ ഹിറ്റ്ലർ എന്ന് അറിയപ്പെടുന്ന അദ്ദേഹത്തെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു വീട്ടിലെ കുഞ്ഞുനാളിലാക്കി കുഞ്ഞിനെ കിട്ടിയ ഒരു സാഹചര്യമാണ് ആ കുഞ്ഞിനെ അങ്ങനെ ആക്കി തീർത്തത്. നമുക്കറിയാം. എന്നാൽ ഈശോയുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വചനത്തിൽ പറയുന്നത് അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എന്ന് പറയുന്നുണ്ട്, വചനം പറയുന്നുണ്ട്. ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം കുഞ്ഞുനാളിൽ എല്ലാം സന്തോഷകരമായിരുന്നില്ല, എല്ലാ അനുഭവങ്ങളും സുഖമുള്ളതായിരുന്നില്ല. ജനിച്ചു വീഴാനൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല. ജനിച്ച ഉടനെ തന്നെ നസ്രത്തിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. പിന്നീട് അവിടെ ചെന്നിട്ട് ആ ഒരു കുടുംബത്തിൻ്റെ വളരെ ദാരിദ്ര്യത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഒരു കുടുംബ അന്തരീക്ഷം നിലനിൽക്കുന്നു. പക്ഷേ ആ കുടുംബത്തിൽ പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ആ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത, എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ഒരു അമ്മയുണ്ടായിരുന്നു. നീതിബോധത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു അപ്പനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈശോ ലോകത്തിൻ്റെ മുഴുവനും രക്ഷയായി അനുഗ്രഹമായിട്ട് തീർന്നത്. പ്രിയമുള്ള മാതാപിതാക്കളെ, നിങ്ങളുടെ ഈ കുഞ്ഞുങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ ഈ നഴ്സറി സ്കൂളിലെ കലാലയത്തിന് ശേഷം വീട്ടിലേക്ക് ഓടിയെത്തുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും, ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടാവും. അവർ നിങ്ങളുടെ അടുത്തോട്ട് ഓടിയെത്തുമ്പോൾ നിങ്ങൾ മൊബൈലിൽ തോണ്ടിയിരിക്കരുത്. തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ച് അവരുടെ വിശേഷങ്ങളൊന്ന് കേൾക്കാൻ നിങ്ങൾ അവർക്ക് സമയം കൊടുക്കണം. അവരെ കേൾക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ അവർ വേറെ ആരുടെ അടുത്ത് പോകില്ല. എന്ന് കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളിൽ നിന്ന് റിജക്ഷൻ്റെ ഫീലിംഗ് കിട്ടുന്നോ അന്നാണ് അവർ വേറെ ആൾക്കാരെ തേടി പോവുക. അതുകൊണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാനായിട്ട് തയ്യാറാവണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ കുഞ്ഞുങ്ങളെ തെറ്റ് ചെയ്യണ കണ്ടാൽ അവരെ നിങ്ങൾ ശിക്ഷിക്കുകയല്ല, മറിച്ച് അവരോട് സ്നേഹബുദ്ധിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. മോനെ അത് ശരിയല്ല, മോളെ അത് തെറ്റാണ്, എന്തുകൊണ്ട് തെറ്റാണ് എന്നുള്ള കാര്യവും കൂടെ പറഞ്ഞു കൊടുത്ത് കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്തി നിങ്ങൾ വളർത്തിക്കൊണ്ട് വരിക. അപ്പോൾ ഈ അവസരത്തിൽ
തീർച്ചയായിട്ടും എൻ്റെ ഒരു നീണ്ട പ്രസംഗത്തേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നത് ഈ കുഞ്ഞുങ്ങളുടെ കലാവിരുതാണ്. കുഞ്ഞുങ്ങൾ നമുക്കറിയാം, ഒരു 36ഓളം പ്രോഗ്രാമാണ് ആ പ്രോഗ്രാം ലിസ്റ്റിൽ ഞാൻ കണ്ടത്. ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച നമ്മുടെ ടീച്ചേഴ്സിനെ എത്രമാത്രം അഭിനന്ദിച്ചാലും മതിയാവില്ല. ഇത്ര നല്ലൊരു ട്രെയിനിങ് ആണ് ഇവിടെ ഈ കലാലയത്തിൽ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന കുറേ നല്ല ടീച്ചേഴ്സ് നമ്മുടെ ഈ സ്കൂളിൻ്റെ അഭിമാനമാണ്, സന്തോഷമാണ്. അപ്പോൾ നിങ്ങളെ ഏവരെയും നന്ദിയോടെ ഓർക്കുന്നു. അവസാനമായിട്ട് എന്താ പറയുക, നമുക്കറിയാം ഒരുപാട് കുഞ്ഞുങ്ങൾ ഒരുപാട് സംഘർഷങ്ങളുടെയും കലാപങ്ങളുടെയും ഒക്കെ ഇരയായി തീരുന്ന കുറേ കുരുന്നു മനസ്സുകളെ കുറേ കുരുന്നു കുഞ്ഞുങ്ങളെ നമുക്കൊക്കെ ഓർത്തെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി ഒന്ന് ക്രമപ്പെടുത്താനായിട്ട് സാധിക്കട്ടെ എന്ന ഓർമ്മപ്പെടുത്തലോടെ നിർത്തുന്നു. നന്ദി.